ഉറക്കെ പറഞ്ഞേ. ബീച്ച്. ഹലോ, ഇത് നമ്മളെല്ലാവരും കൂടിയിട്ട് അൽദാർ ഐലൻഡിലേക്ക് പോയ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ട്രിപ്പ് എന്ന് വെച്ചാൽ അത്ര ഭയങ്കര സംഭവമൊന്നുമില്ല, കാരണം ബഹ്റിൻ ഒരു ചെറിയ സ്ഥലമാണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ പ്ലേസസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അതേപോലെ നമ്മൾ പോവാത്തൊരു സ്ഥലമാണ് അൽദാർ ഐലൻഡ്. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് അഡൾട്ട്സിന് അറൗണ്ട് 8 BD, കിഡ്സ് എബോവ് 5 years ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ഹാഫ് പ്രൈസിലാണ് വരുന്നത് ഹോളിഡേയ്സിൽ. അല്ല നോർമൽ ഡേയ്സിലാണെങ്കിൽ 7 BD അഡൾട്ട്സിന്. ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഇതെപ്പോഴും ഒരു ഓഫറിൽ നവംബറിലാണ് നമുക്ക് ഈ പ്രൈസ് കിട്ടിയത്. 50% ഓഫറിലാണ് നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല, ടോട്ടൽ ഒരു 8 പേരോ 9 പേരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ 2 കുട്ടികൾക്കും 5 വയസ്സാവാത്തതുകൊണ്ട് അവർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ അൽദാർ ഐലൻഡിൻ്റെ ഓഫീസിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ്, CPR, പാസ്പോർട്ട്, വിസ കോപ്പി, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ID പ്രൂഫുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവർ അവിടുന്ന് നമുക്ക് കയ്യിൽ കെട്ടാനായിട്ട് ഒരു ബാൻഡ് തരും. ആ ബാൻഡിൽ നമ്മൾ ബോട്ട് നമ്പർ ഉണ്ടാവും. ആ ബോട്ട് നമ്പറിനനുസരിച്ചിട്ടാണ് ആ ഓഫീസിൽ നിന്ന് ബോട്ട് വരുന്ന ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നുള്ള ട്രാവലൊക്കെ അവരുടെ വണ്ടിയിലാണ് കേട്ടോ. അവർ തന്നെയാണ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ വണ്ടി നമുക്ക് ആ ഓഫീസിൻ്റെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ ബോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ലൈഫ് ജാക്കറ്റ് തരും. പിന്നെ അവിടുന്ന് ബോട്ടിലാണ് നമ്മൾ അൽദാർ ഐലൻഡിലേക്ക് പോകുന്നത്. അതൊരു ചെറിയ സ്പേസാണ്, ഒരു ബീച്ചൊക്കെ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഐലൻഡാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അതിനകത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും വലുതായിട്ട്. വളരെ 100 വയസ്സാവുന്നതിന് അതുകൊണ്ട് അതാണ്. പിന്നെ ഇത് സമ്മർ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ ഇപ്പോൾ വരുന്നതിൻ്റെ 3 ദിവസം മുമ്പേ നമ്മൾ ഓൺലൈനിൽ മജ്ലിസ് ബുക്ക് ചെയ്തിരുന്നു. മജ്ലിസ് എന്ന് പറഞ്ഞാൽ AC ഒക്കെ ഉള്ള അവിടുത്തെ ഒരു റൂമാണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെസ്റ്റ് എടുക്കാം, ആ റൂമിലേക്ക് പോകാൻ പറ്റും. പ്ലസ് നമ്മൾ ലഗേജുകളൊക്കെ അവിടെ വെക്കാൻ പറ്റും സേഫായിട്ട്. എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് കീ നമ്മളെ കയ്യിൽ വെക്കാം. അതുമാത്രമല്ല, മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മജ്ലിസ് എടുത്താൽ മാത്രമാണ് ഔട്ട്സൈഡ് ഫുഡ് അവിടേക്ക് അലൗ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ തന്നെ ഫുഡ് വാങ്ങി കഴിക്കേണ്ടി വരും. അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ ഫുൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ അഡൾട്ട്സിന് 8 BD ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ അവിടുന്ന് ഒരു 2 BD കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷേ ആ 2 BDക്ക് അവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസോ ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രയും ആൾക്കാർക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതിനാലും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരാം, വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മജ്ലിസ് എടുത്തത്. പിന്നെ ചൂടായതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 30 BD ആയിരുന്നു അതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ മജ്ലിസ് ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ കൂപ്പണും കൂടെ ആദ്യത്തെ ഓഫീസിൻ്റെ അവിടെ കാണിച്ചാൽ മാത്രമാണ് നമ്മളെ ഈ ഫുഡൊക്കെ ബോട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആ കൂപ്പൺ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ അവർ പറയും ഔട്ട്സൈഡ് ഫുഡൊന്നും അലൗഡ് അല്ല, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ നമ്മൾ അൽദാർ ഐലൻഡിലെത്തി. അവിടുന്ന് ഒരു ചെറിയ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മളെ മജ്ലിസിൻ്റെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മളെ മജ്ലിസിലേക്കുള്ള വഴി. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സെറ്റപ്പ് ഒന്നുമല്ല, ഒരു ചെറിയൊരു ഹാള് പോലത്തെ ഒരു സ്പേസാണ്. അവിടെ AC ഉണ്ടാവും, ഒരു കാർപ്പറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് സോഫയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വാഷ്റൂം ഒന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഫുഡ് കഴിക്കാൻ പറ്റും, കുറച്ച് നേരം ഉറങ്ങണമെങ്കിൽ ഉറങ്ങാൻ പറ്റും. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൊതിച്ചോറ് കഴിച്ചിട്ട് പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ പൊതിച്ചോറ് കഴിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ചെറിയൊരു പൊതിച്ചോറാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പം തന്നെ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇറങ്ങാം, അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ 2 പേരും റെഡിയായി വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. ഫുൾ സെറ്റായി, എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് അത്യാവശ്യം ഉച്ച ടൈമായിട്ടോ, ഒരു 1:30, 12:30, 1 മണി ആ ടൈമിലാണ് നമ്മൾ വെള്ളത്തിലിറങ്ങാൻ പോകുന്നത്. ജാനത് മാമനോട് ചോദിച്ചോക്കെ ബനാനയുടെ കാര്യം, അത് വീഡിയോ എടുത്തു.
വേറെ ഏതോ പാരലൽ യൂണിവേഴ്സിറ്റി മതിട്ടാ ഇനി അത് ഇത് ഫുള്ളങ്ങ്. പിന്നെ നട്ടുച്ചയും വെയിലൊന്നും വകവെക്കാണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ബീച്ചിലേക്ക് ഇറങ്ങി. ഇറങ്ങുന്ന ടൈമിലുള്ളൊരു ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അറിയാമല്ലോ, സാധാരണ നമ്മൾ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പറയാൻ വേണ്ട, നല്ല തണുപ്പായിരിക്കും. എന്നാലും നല്ല രസമായിരുന്നു. ആ ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടി. ഇതുവരെ ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, വെള്ളത്തിൻ്റെ അവിടെ ഒരു ഊഞ്ഞാലാടിയിട്ട്. ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല രസമായിരുന്നു ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ ഹട്ട് പോലെ അവർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇടയ്ക്കൊന്ന് വന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ ആയും ജാനും ആണെങ്കിൽ ഫുള്ള് മണ്ണ് വാരിക്കളിയായിരുന്നു. ഇത് ഞാനും ദീപ ചേച്ചിയും കൂടെ ഉണ്ടാക്കിയ പാലസാണ്. ഇവൻ ഇതിൻ്റെ മേലെ കൂടെ വെള്ളം കോരി ഒഴിച്ചിട്ട് പാലസിൻ്റെ കാര്യം തീരുമാനമാക്കി. ഞങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് ബിൽഡ് ചെയ്ത പാലസായിരുന്നു അത്. പക്ഷെ അതിൻ്റെ കാര്യം ഏകദേശം ഇവർ രണ്ടുപേരും കൂടെ തീരുമാനമാക്കിയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചധികം ദൂരം അങ്ങോട്ടേക്ക് നടന്നു പോയി. അത്ര ഡീപ്പൊന്നും ആയിരുന്നില്ല. നടന്നിട്ട് തന്നെ കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോകാൻ പറ്റി. അതൊക്കെ നല്ല രസമായിരുന്നു, നീന്തൽ അറിയില്ലെങ്കിലും. തലയിട്ട് വാലിങ്ങനെ ഉണ്ടുണ്ടോന്നൊന്നും അറിയില്ല. തലയുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ണട. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. നമ്മളെല്ലാവരും റൂമിൽ പോയി. ദീപ ചേച്ചി വീട്ടിൽ നിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഒരു സ്നാക്സ് പോലെ കുറച്ച് നേരം കഴിഞ്ഞ് ടയർഡായപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് അതൊക്കെ ഒന്ന് കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെയും നമ്മൾ ഒരു 1 hour ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് തിരിച്ച് നമ്മൾ വീണ്ടും വന്നത്. ഇത് അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡാണ് കേട്ടോ. റെസ്റ്റോറൻറ്റൊക്കെ ചുമ്മാ കാണാൻ വേണ്ടി പോയതാണ്. നമ്മൾ അവിടെ നിന്നൊന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കതൊന്ന് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമാണ് മേടിച്ചത്. എന്നിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ അവിടുന്ന് നമ്മളൊരു വണ്ടിയിൽ നമ്മൾ മജ്ലിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് നടന്നിട്ടാണ് വരുന്നത്. എല്ലാവരും അവിടെ നിന്ന് നടന്നിട്ടാണ് വന്നത്. ഞങ്ങൾ മാത്രമാണ് വണ്ടിയിൽ പോയത്. എങ്ങനെയുണ്ട്? ടയർഡായല്ലേ, തണുപ്പ് വെയിൽ ചൂട് കാരണം കൊണ്ട്. അച്ഛൻ ഇറങ്ങിയിട്ടില്ല. അച്ഛൻ ഫസ്റ്റ് ഇറങ്ങാൻ പോവാ. ഇവിടെ ഇരുന്നോ നമ്മള്? ഇപ്പൊ നല്ല തിരക്കായി, നേരത്തേക്കാളും ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ആ സൈഡ് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇറങ്ങിയത് കേട്ടോ. മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്ഥലത്തല്ല, ആ സൈഡ് ചേഞ്ച് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ഹട്ട് പോലെ, നേരത്തെ പറഞ്ഞ് ചെറിയ ഹട്ടിൻ്റെ മേലെ അവരിങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവിടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ ഫോട്ടോ എടുത്തില്ല, ദീപ ചേച്ചിയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഇത് 2ാം ട്രിപ്പ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നതാണ്. എനിക്ക് തോന്നിയത് ആയുവിന് വെള്ളത്തിൽ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ആ മണ്ണിലിരുന്നിട്ട് കളിക്കുന്നതാണ് ഇഷ്ടമായത്. അവൻ കുറേ കുപ്പിയൊക്കെ എടുത്തിട്ടും അല്ലാതെയും കുറേ സാധനങ്ങൾ ഉണ്ടാക്കി മണ്ണോ അരിയൊക്കെ കളിച്ച് നന്നായിട്ട് കരയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, വെള്ളത്തിൽ ഇറങ്ങിയതിനേലും കൂടുതൽ. അതുകൊണ്ട് അവൻ അധികം നമുക്ക് വെള്ളത്തിൽ നിന്ന് പിടിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. സാധാരണ അവനെ ബീച്ചിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കരയ്ക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രാവശ്യം അത്രയും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവൻ തിരിച്ചു പോയി. കാരണം അധികം വെള്ളത്തിൽ കളിക്കുന്നതിലും കൂടുതൽ അവനവിടെ കരയിലിരുന്നിട്ട് മണ്ണ് വാരിയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ AP-യുടെ സൺഗ്ലാസ് അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി. അപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കട്ടെ, കുറേ നേരം തിരഞ്ഞിട്ട് ഫൈനലി സാധനം കിട്ടി. പക്ഷേ അണ്ടർ വാട്ടർ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിൽ സൺഗ്ലാസ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് കിട്ടില്ല എന്ന്, കാരണം അത് അത്യാവശ്യം ഒരു വേലിയേറ്റമൊക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ ചില സമയം പോകാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കിട്ടി. 2 പേരും കൂടെ കഷ്ടപ്പെട്ട് മുങ്ങിയൊക്കെ എടുത്തു അത്. ബീച്ചിൽ വന്നാൽ പിന്നെ സൺസെറ്റ് മസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ കരുതി സൺസെറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് കയറാന്ന്.
അത് ഇവിടെ ഇരിക്കണം. എവിടെ വെള്ളത്തിലായിരുന്നു? जानू तुम क्या जानू 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 बैठ गया ഞാൻ നീന്തണം പോലെ ഓലെ സണ്ണ് പോയി നോക്കിയോണ്ട് സണ്ണ് പോയി. അയ്യോ മതി പോവാം. വേണ്ട കൊച്ചി. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് എല്ലാവരും ഫ്രഷായി റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ റെഡി ആയിട്ടോ. ലഗേജൊക്കെ എടുത്ത് നമ്മൾ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ബോട്ട് വന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും രാത്രിയിൽ ബോട്ടിൽ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.